കഴിഞ്ഞ ദിവസം മുല്ലപ്പെരിയാർ ഡാമിന്റെ 11, 13, 16, 17, 18, 19 ബ്ലോക്കുകളിലെ ജോയിന്റുകളിൽ പുതിയ ചോർച്ച കണ്ടെത്തിയിരുന്നു. മുല്ലപ്പെരിയാർ ഡാമിന്റെ ഭാഗമായ ബേബി ഡാമിലും പുതിയ ചോർച്ച കണ്ടെത്തി. ബേബി ഡാമിന് താഴെ നേരത്തെയുണ്ടായിരുന്ന ചോർച്ചയ്ക്ക് സമീപമാണ് പുതിയ ചോർച്ച കണ്ടെത്തിയത്. ഇതിനിടയിൽ സീപ്പേജ് വാട്ടറിന്റെ അളവിലെ വർധനവ് ഡാമിന്റെ ബലക്ഷയത്തെയാണ് കാണിക്കുന്നതെന്ന് ഉപസമിതി അംഗങ്ങൾ കണ്ടെത്തി. ഇപ്പോൾ ഒരു മിനിറ്റിൽ ഗാലറിയിൽ ഒഴുകിയെത്തുന്നത് 115.548 ലിറ്റർ ജലമാണ്. ഇതിനിടയിൽ ജലനിരപ്പ് 142 അടിയാക്കി ഉയർത്തിയ ശേഷം ജലം തമിഴ്നാട്ടിലെ വൈഗ അണക്കെട്ടിലേക്ക് തുറന്നുവിടുന്നതിന്റെ ഭാഗമായി ഇന്നലെ വൈഗ അണക്കെട്ടിലെ വെള്ളം ഒഴുക്കിക്കളയാൻ ആരംഭിച്ചിരുന്നു. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയരുമ്പോൾ സുരക്ഷയുടെ ഭാഗമായി ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി പരിശോധിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട് തള്ളിയിരുന്നു. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മേൽനോട്ട സമിതി യോഗത്തിൽ ചർച്ചയാകും. വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുകയാണ്. 1008 ഘനയടി ജലമാണ് ഇപ്പോൾ ഡാമിൽ ഒഴുകിയെത്തുന്നത്. മീഡിയ 1 ഇടുക്കി.